A company that has a turnover of over rupees 1,300 crores and has more than 3,000 employees. Ravi Kumar is also one of the founding members of the Warrior Foundation, an NGO that works with disadvantaged communities to provide an ecosystem that helps them discover their potential. While in Mumbai during the 1980s, Ravi has performed on more than 1,000 stages in India and overseas as a mimicry artist. He is the recipient of many prestigious awards for mimicry at the Kerala state and university levels. In recent times, he has reinvented his talent of mimicking sounds and gained popularity through his magnum opus creation known as Sound Illusion. He has gained further prominence through his performances on regional and national TV channels in popular shows including India's Got Talent. Driven by an innate, compulsive desire to innovate, Ravi continues to enthrall and entertain his audience by creating magic using sound. Sit back, relax and enjoy the experience of a journey through the illusionary world of sound like never before with Ravi Kumar, the Sound Illusionist. ഒരു നല്ല കയ്യടി. ഗുഡ് ഈവനിങ്. ഇഫക്റ്റ് കട്ട്. ഹലോ. ഗുഡ് ഈവനിങ്. എത്ര പേർക്ക് ശബ്ദം ഇഷ്ടമുണ്ട്? എനിക്ക് ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ ആർക്കൊക്കെ ശബ്ദം ഇഷ്ടമുള്ളത്? ആർക്കും ശബ്ദം ഇഷ്ടമല്ലേ? ഓ, ശബ്ദം ഇഷ്ടമാണെങ്കിൽ കൈ പൊക്കി കാണിക്കുകയും ചെയ്യുക. മലയാളികൾക്ക് കുറച്ച് മടി കൂടുതലാണ്. ഒന്ന് ശബ്ദിച്ച് കേൾപ്പിച്ചൂടെ? ആർക്കൊക്കെ ശബ്ദം ഇഷ്ടമുണ്ട്? ഗ്രേറ്റ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ശബ്ദം എത്ര പ്രാധാന്യമുള്ള ഒരു അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളാണ് നമ്മുടെ ഈ ലോകത്തിലുള്ളത്. ആ ശബ്ദങ്ങളുടെ ഒരു മായ ലോകത്തിലൂടെയുള്ള ഒരു ഇല്യൂഷണറി വേൾഡിലൂടെയുള്ള ഒരു ചെറിയ യാത്ര തുടങ്ങുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിക്കാലം തൊട്ടേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ശബ്ദമാണ് സ്റ്റീം എഞ്ചിൻ അഥവാ തീവണ്ടി. കോഴിക്കോട്ട് നിന്നും പുറപ്പെടുന്ന ഒരു സ്റ്റീം എഞ്ചിനോടെ എൻ്റെ ഈ സൗണ്ട് ഇല്യൂഷനിലൂടെ കൊണ്ടുപോവുകയാണ്. ഇവിടെ വീഡിയോ ഉണ്ട്. വീഡിയോ ഈസ് റിയൽ, സൗണ്ട് ഈസ് ഇല്യൂഷണറി. ഈ ട്രെയിൻ യാത്രയിൽ തന്നെ എത്ര വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരേ ഒരു അഭ്യർത്ഥന, ഈ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ശബ്ദത്തിലൂടെ റെസിപ്രോക്കേറ്റ് ചെയ്യണം, മറുപടി തരണം എന്ന ഒരേ ഒരു അഭ്യർത്ഥനയോടുകൂടി നിങ്ങളെ ഒരു ചെറിയ തീവണ്ടി യാത്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്റ്റീം എഞ്ചിൻ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നു. ശിവ, ലൈറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. यात्रियों कृपया ध्यान दीजिए, चेन्नई से मंगलापुरम जाने वाली चेन्नई मंगलापुरम एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 3 से रवाना होगी.
കോഫി ബത്തൽ മുറിക്കാൻ ബത്തലും വാഴപ്പൊഴി. താങ്ക് യു. ഇത് പണ്ട് കാലത്താണ്, പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലാണല്ലോ. അപ്പം നമുക്കൊന്ന് എയർപോർട്ടിലോട്ട് പോയി നോക്കാം. അവിടെ കേൾക്കുന്ന ശബ്ദം കുറച്ച് വ്യത്യസ്തമാണ്. ശിവ, Your attention please. Flight number AI632 to Mumbai is ready for departure. All passengers are requested to board the aircraft through gate number 36A. എത്ര പേര് കാന്താര കണ്ടിട്ടുണ്ട്? ആർക്കൊക്കെ കാന്താര ഇഷ്ടമാണോ? കാന്താര ഇഷ്ടമാണോ? ഓക്കെ, ഇപ്പോൾ ഒരു കാന്താരയുടെ ഒരു ചെറിയ വീഡിയോ. ശിവ, പ്ലേ ഒന്നുമില്ല. क्या हो गया? Okay. Shiva, any problem? Okay, fine. Put the next one. Sorry, the video എന്തോ പ്രശ്നമുണ്ട്. ശബ്ദത്തിൻ്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ടി വി ഓൺ ചെയ്യുക. കാരണം ടി വിയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചാനലുകളുണ്ട്. ഓരോ ചാനലിലും ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. അങ്ങനെ ഓരോ പരിപാടികളിലും ഒരുപാട് വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടി വി ഞാൻ ഓൺ ചെയ്യുകയാണ്. നമുക്കത് എല്ലാവരുമുള്ള ഹാബിറ്റാണ്, കയ്യിൽ റിമോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ശബ്ദങ്ങൾ പല വ്യത്യസ്തങ്ങളായ ഈ ചാനലിലൂടെ കടന്നു പോകുന്നുണ്ടാവുന്ന വ്യത്യാസം അടുത്ത 8 നിമിഷത്തിലധികം പല വ്യത്യസ്തങ്ങളായ ചാനലുകളിലൂടെ നിങ്ങൾ കടന്നു പോകും. അതിൽ ഏതെങ്കിലും ശബ്ദങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്യണം. കാരണം 8 നിമിഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് തരാൻ പോകുന്നത്. ഏതാണ്ട് 150-ലധികം ശബ്ദങ്ങൾ അടുത്ത 8 നിമിഷങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഒരു ടി വി tomorrow. You're not from US Army, they cannot. They didn't. I volunteered. Fly yes, Madro! Yes, Captain, yes! Bird! Possible Japanese aggression expected. Broken relationship. Hostility is imminent. But
Releasing all over the world, Pearl Harbor. What about the date? You and me going for a dinner? No, Popeye, I can't. It is in the ration. It seems Popeye said to me. What else? I am the Popeye, the sailor man. This part of African countries, elephant coexists with the lions. What an amazing world! Oh my God! Animal Planet, passionate about animals. तेरा क्या होगा कालिया? सरदार, आपका नमक आया सरदार? गोली का कमाल हो गया. जो डर गया समझो मर गया. मेरे प्यारे देशवासियों, ये भारत भूमि सिर्फ एक देश नहीं है, बल्कि ये हमारी महान विरासत है, महान परंपरा है. ये हमारी हजारों ऋषियों मुनियों from the market.
Take the bloody shot. It's very strange that someone who's wearing a Baptist dress is wearing a barrette and strapped to thighs. It's very difficult to be careful when a handsome man sitting in front of wearing a tuxedo. Listen to me carefully. Don't even dare to touch it. This is the end. Hold your breath and count to 10. താങ്ക് യു വെരി മച്ച്. ഈ ഒരു സന്ദർഭം തന്ന ഞാൻ 10 കൊല്ലം ബോംബെയിലുണ്ടായിരുന്നു. ഡോംബെവള്ളി സമാജത്തിൽപ്പെട്ട അന്ന് അറിയാം. തരങ്കിണി എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, 35 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ സമാജത്തിനെ പറ്റി നന്നായിട്ട് അറിയാം. അതിൻ്റെ മുമ്പിൽ ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് അവസരം തന്ന സുരേഷിനും അദ്ദേഹത്തിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു വെരി മച്ച്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ കണ്ണനാളങ്ങളിൽ നിന്ന് ഇത്രയധികം വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു സിനിമയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ മാത്രം വിളിച്ചാൽ മതി തോന്നുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളുകളും അതുപോലെ സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ എന്തായാലും ഇദ്ദേഹം ഒരു ഭീഷണിയാണ്. സമാജത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നതിന് ശ്രീ വർഗീസ് ഡാനിയൽ അവരെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്.